രണ്ടിടങ്ങളായി നടന്ന ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ 14 സൈനികരെ വധിച്ച് ബലൂച്ച് ലിബറേഷൻ ആർമി. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകരകേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് സമാന്തരമായാണ് BLAയുടെ ആക്രമണം. സൈനിക വാഹനം റിമോട്ട് കൺട്രോൾ ബോംബ് ഉപയോഗിച്ച് BLA തകർക്കുകയായിരുന്നു. പിന്നാലെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പുറത്തുവിടുകയും ചെയ്തു. ബോലാൻ കെച്ച് മേഖലകളിലാണ് BLA ആക്രമണം നടത്തിയത്. ബോലാനിൽ സൈനിക വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന പാക് സൈന്യത്തിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ താരിഖ് ഇമ്രാൻ, സുബൈദാർ ഉമർ ഫറൂഖ് എന്നിവർ കൊല്ലപ്പെട്ടു. കെച്ചിൽ ബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കി മുന്നോട്ടു പോവുകയായിരുന്ന 12 അംഗ സംഘത്തെയാണ് വധിച്ചത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് നിരന്തര പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന സംഘടനയാണ് BLA. പാകിസ്ഥാൻ ബലൂച്ച് ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിക്കൊപ്പം ആഭ്യന്തര തീവ്രവാദവും രൂക്ഷമായത് പാകിസ്ഥാന് കനത്ത ആഘാതമായി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.